എനിക്ക് അലാം വെച്ച് തന്നെ എഴുതിയിട്ടുണ്ടോ. കാരണം ഇന്ന് എനിക്ക് കുറച്ച് സ്ട്രെസ് കൂടുതലുള്ള ദിവസമാണ്. കുറേ സാധനം നമുക്ക് പാക്ക് ചെയ്ത് വിടാനുണ്ട്. എസ്പെഷ്യലി ചെടികൾ. കമേലിയുടെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. കമേലി നിങ്ങൾക്ക് അറിയാലോ, നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക് പൂ പോലെ തോന്നുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. തണുപ്പും നല്ല ഭംഗിയുള്ള ചെടിയാണ്. അത്യാവശ്യം വെയിൽ കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ നമുക്ക് നട്ടാൽ മതി. നല്ല നടേണ്ടത്. എന്നിട്ട് നനച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നിറച്ച് പൂവിടുന്ന കമേലിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പൊ ഇതിന്റെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ബാക്കി കുറേ ക്രീപ്പർ പ്ലാന്റുകൾ നമുക്കുണ്ടല്ലോ. അപ്പൊ മണിമുല്ലയും അതുപോലെ കുറേ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഗാർലിക് മണിമുല്ലയും അതുപോലെ കമേലിയുടെ കുറേ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് പാക്ക് ചെയ്യണം. ചെടി പാക്ക് ചെയ്യാനുള്ള ദിവസം എനിക്ക് കുറച്ച് സ്ട്രെസ് കൂടുതലായിട്ട് കുറേ സമയം കൂടുതലെടുക്കും. അങ്ങനെയൊക്കെയാണ്. പ്ലസ് ഇന്ന് മറ്റൊരു ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് പൗഡർ അത് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. ഇന്ന് അത് കുറേ ഓർഡർ വന്നിട്ടുണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ അത് നമ്മളെല്ലാം റോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മേടിച്ചിട്ട് അത് മുഴുവൻ ആയുർവേദ മരുന്നുകൾ പേര് കായാണെന്നാണ് അങ്ങനെ അതേപോലെ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇതാണ് അതിലെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇതെല്ലാം റോ ആയിട്ട്, അതായത് പൂ ഉണങ്ങിയതും പേരും കായും ഒക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഫേസ് വാഷ് പൗഡർ മൊത്തം തീർന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് എന്തായാലും കുറേ വിടാനുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് അത് പാക്ക് ചെയ്യാനുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. നമ്മളെല്ലാം റോ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ട് നമ്മളിവിടെ തന്നെ നമുക്ക് ആയുർവേദ മരുന്നുകൾ പൊടിക്കുന്ന നല്ല മെഷീനുണ്ട്. 19,000 രൂപയായ മെഷീനുണ്ടോ, അത് നമുക്ക് ഇവിടെ ഉണ്ട്. അതിലാണ് നമ്മളെല്ലാം പൊടിച്ചെടുക്കുന്നത്. കസ്തൂരിമണികളും നമ്മുടെ രക്തശാലി ഫേസ് പാക്കും ഫേസ് വാഷ് പൗഡറിൻ്റെ എല്ലാം നമ്മൾ പൊടിച്ചെടുക്കുന്നത് അതിനകത്താട്ടോ. അപ്പോൾ അതിൽ ഇന്നലെ അശ്വച്ച അതെല്ലാം പൊടിച്ചിട്ടുള്ളൂ. നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് അതിൻ്റെതായ അളവിൽ നമ്മളൊരു 100 ബോട്ടിൽ അങ്ങനെയൊക്കെ നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് പൊടിച്ചിട്ടു. പിന്നെ അത് തണുക്കാൻ വെച്ചു. ആക്ച്വലി എനിക്കിങ്ങനെ രാവിലെ കണ്ണൊക്കെ എഴുതാതെ ഒരു പൊട്ടൊക്കെ തൊടാതെ നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിടാതെ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. എന്തോ പോലെ ഇല്ല, ഭ്രാന്ത് പിടിച്ചത് എനിക്കില്ല. പക്ഷെ ഇനി ഞാൻ 4 മണിക്ക് എണീറ്റ് സ്ട്രെസ് അടിച്ച് ഈ പണികളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ പോയിട്ട് നമ്മുടെ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ചായയും വെച്ച് കുടിച്ച് അത് ചായ എടുത്ത് കുടിച്ചിട്ട് നന്നായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട് എന്തൊരു വൃത്തിയിടാതെ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് തോന്നും ആ പോയ സാധനം ഈ വരുന്നത്, അതേപോലെ വരാട്ടോ. എനിക്ക് അങ്ങനെ ക്യാമറയുടെ മുമ്പിലെപ്പോഴും വീഡിയോസ് എടുക്കുന്നത് ഇഷ്ടം, അതല്ലേ രസമല്ലേ അങ്ങനെ. അപ്പോൾ നമുക്ക് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാം. പിന്നെ നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പം അത് വരട്ടെ. നമ്മൾ ഇതുപോലെ രാവിലെ ഇതുപോലെ അഡ്രസ്സുകളെല്ലാം എടുത്തു കഴിയുമ്പോൾ അത് ഞാൻ ഓൾറെഡി എനിക്കിവിടെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിലേക്ക് ഞാൻ ഓർഡർ എടുക്കുമ്പോൾ എല്ലാം എഴുതി വെക്കും. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ സ്ലിപ്പ് എടുത്തു കഴിയുമ്പോൾ ഈ ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന അഡ്രസ്സും ഇതും ഓക്കെ അല്ലേ, സെയിം അല്ലേ, ഒന്നും വ്യത്യാസം ഇല്ലല്ലോ എന്നുള്ളത് രാവിലെ ഒന്ന് റീചെക്ക് ചെയ്യും. അങ്ങനെ റീചെക്ക് ചെയ്യാൻ കുറെ സമയം എടുക്കും കേട്ടോ രാവിലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ സേഫ് ആണ്, നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും മാറിപ്പോയിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സാണ്, അതെല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകാം. അതാണ് രാവിലെ എൻ്റെ കൊറിയർ ഡേയിലുള്ള ഒരു പ്രൊസീജിയർ. അതിനിടയ്ക്ക് ഞാൻ കിച്ചണിൽ പോയി കുറച്ച് ചായയൊക്കെ കുടിച്ചു. അവിടെ കുറച്ച് ജോലികൾ, ഫുഡൊക്കെ ചൂടാക്കി വെക്കാനുള്ളതൊക്കെ ചൂടാക്കി വെച്ചു, അച്ഛന് കഴിക്കാനുള്ളതൊക്കെ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി വന്നിട്ട് ഒരു കമ്മലൊക്കെ എടുത്തിട്ട് തലയൊക്കെ ചീകി ഒരു പൊട്ടൊക്കെ കുത്തി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമായി. ഇനി നമുക്ക് നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഈ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. വേഗം നമുക്ക് പാക്ക് ചെയ്യാം. കുറേ ഉണ്ട്, പിന്നെ പ്ലാൻസും ഉണ്ട്, എല്ലാം നമ്മൾ പാക്ക് ചെയ്യണം. അപ്പൊ പാക്ക് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് നേരെ നമ്മുടെ മഞ്ഞൾ റൂം പാക്കിംഗ് റൂമിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ പാക്കിംഗ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി ചെടികളാണ് ബാക്കിയുള്ളത് പാക്ക് ചെയ്യാനുള്ളത്. കുറെ ഞാൻ പാക്ക് ചെയ്തു. അതും കൂടി നമ്മൾ വേഗം പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കൊറിയറിലേക്ക് ഇതെല്ലാം ആയിട്ട് പോകും. രാവിലെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ പാവം നമ്മുടെ പക്ഷിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ മറന്നുപോയി. കുറച്ച് തീറ്റ ഉണ്ടായിരുന്നു, ഇനി അതിനകത്തുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇപ്പൊ നോക്കുമ്പോൾ തീർന്നിരിക്കും വരുന്നതെല്ലാം. ഇങ്ങനെ പൊട്ടിച്ച് സീഡല്ലേ, അതെല്ലാം പൊടിച്ച് തിന്ന അതിന്റെ തൊലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വിശന്നാണ് ഇരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഞാൻ ഇപ്പൊ കൊടുത്തു. അത് പാവം ഇപ്പൊ ഇരുന്ന് തിന്നുന്നുണ്ട്. വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അയരക്കൊക്കെ ഞാൻ രാവിലെ ഫുഡ് കൊടുത്തിരുന്നു. പിന്നെ മിലോ നമ്മുടെ അടുത്ത് പിടിച്ചു മേടിച്ചോളൂ. അങ്ങനെയൊക്കെയാണ്. കൊറിയർ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനം കേട്ടോ. അതുവരെ ശരിക്കും പറഞ്ഞൊരു സ്ട്രെസ്സാട്ടോ. എങ്ങനെയും അത് പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഇതേ ഉള്ളൂ. അങ്ങനെ അപ്പം പ്ലാന്റ്സ് പാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഒത്തിരി കമേലിയ പ്ലാന്റ്സും ബാക്കിയുള്ള ഗാർലിക് പേനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ. അപ്പം അത് കുറേ പാക്ക് ചെയ്തു.
അങ്ങനെ കൊടുത്തിട്ട് ഇനിയുണ്ട് കേട്ടോ, ബാക്കിയുള്ള നാളെ കഴിഞ്ഞ് അങ്ങനെ വിടാം. നാളെ ശനിയാഴ്ചയല്ലേ, നാളെ വിടാം. അങ്ങനെ അപ്പൊ അത് കൊറിയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സമാധാനമുണ്ട്. ഇനി എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് ഞാനൊന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏത്തപ്പഴം കഴിച്ചു. ഇനി പോയിട്ട് ഇച്ചിരി ചോറുണ്ടിട്ട് ഇനി മൊത്തം ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഈ ഓക്സിജൻ നെറ്റ് പിടിപ്പിക്കാൻ വന്നിറങ്ങി. ഇന്നലെ നമ്മുടെ വിൻഡോസ് തുറന്നിടാൻ വേണ്ടിയിട്ട് സ്നേക്ക് ഒന്നും കയറാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് നമ്മളിങ്ങനെ വിൻഡോസ് തുറന്നിടുമ്പോൾ പൂച്ചക്കുഞ്ഞ് ചാടി പോകും അതിനകത്തോടെ, എന്നിട്ട് പട്ടി പിടിക്കും. അത് പേടിയാണ്. പട്ടി ഭയങ്കര ശത്രുതയാണ് നമ്മുടെ നിലോയോട്. അപ്പം അതുകൊണ്ട് നമുക്കത് പേടിയാണ്. പിന്നെ വിൻഡോസ് തുറന്നിടുമ്പോൾ സ്നേക്ക് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെറ്റ് പിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും കുറെ പേരുടെ. അപ്പൊ അങ്ങനെ ഈ ഓക്സിനെറ്റ് എന്ന് പറയുന്നത്, അപ്പൊ അത് പിടിപ്പിക്കാൻ ഇന്നലെ ആൾക്കാർ വന്നായിരുന്നു. അപ്പൊ അത് പിടിപ്പിച്ചു. കുറെ എല്ലാ വിൻഡോസും ഒന്നും പിടിപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര പൈസയാണ് അതിന്. ഇപ്പൊ ഒരു സെക്ഷൻ പാളിയിൽ ഒരെണ്ണം അങ്ങനെ ഞാൻ പിടിപ്പിച്ച്. അങ്ങനെ എന്നിട്ട് തന്നെ ഒരു 5-6 എണ്ണം പിടിപ്പിച്ചതിന് തന്നെ 10-12,000 രൂപ കേട്ടോ. അങ്ങനെ അപ്പം ഓക്കെ, അത് അവിടെ സ്ക്രൂ ചെയ്തതിൻ്റെ ഒക്കെ കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മൊത്തം ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം അടിച്ചു വാരി വൈകുന്നേരം ആകുമ്പോൾ സ്നേഹം കൊണ്ട് ഞാനൊന്ന് തുടപ്പിച്ചിടും. അങ്ങനെയാണ് ഇനി അതൊരു പരിപാടി. പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് ഫേസ് വാഷ് പൗഡർ വീണ്ടും ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അതുപോലെ രക്തശാലി ഫേസ് പാക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറേ ജോലികൾ, ഡിന്നർ കുറച്ച് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുക. സ്പെഷ്യൽ എന്നല്ല, കറിയും ചോറൊക്കെ വെക്കണം. കൂടെ പിന്നെ എല്ലാം അടിച്ചു വാരി ക്ലീൻ ആക്കണം. തുണി അലക്കാനായിട്ട് എല്ലാം എടുത്തുകൊണ്ട് ഇരിക്കണം. അങ്ങനെ ഇനി നോൺ സ്റ്റോപ്പ് ജോലികളാണ് കേട്ടോ. ഇനി രാത്രി ഒരു 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുട്ടി കയറും. ഇനി നമ്മുടെ അയറയ്ക്കും ദിയോണയ്ക്കും കുറച്ച് സ്നാക്സ് എടുത്തു കൊടുക്കണം. അവരുടെ കുറച്ച് തീറ്റയൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്തു കൊടുക്കണം. പിന്നെ ഒരു 2 മുട്ട പുഴുങ്ങാൻ ഇടണം, അത് കൊണ്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ. ഇനി പിന്നെ രാത്രി അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, രാവിലെ ഞാൻ ഓൾറെഡി കൊടുത്തല്ലോ. അങ്ങനെയൊക്കെ ഈ ജോലികൾ എനിക്ക് ഔട്ട്സൈഡിലേക്ക് ചെയ്യാനുണ്ട്, പക്ഷെ അതിലേക്ക് തിരിയാൻ എനിക്ക് ഒട്ടും സമയമില്ല. കുറച്ച് പച്ചക്കറി വിത്തുകൾ കൂടി നടാനുണ്ടായിരുന്നു. മഴ നേരത്തെ തുടങ്ങിയതുകൊണ്ട് അതൊന്നും നടന്നില്ല. അങ്ങനെയൊക്കെ കുറേ സംഗതികൾ എനിക്ക് ചെയ്യാനുണ്ട്. കുറച്ച് ചെടികളൊക്കെ പിരിച്ചു വെക്കാനുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് ഓർത്ത് നോക്കാം. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മഴ കുറയുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അടുത്ത ആഴ്ചയൊക്കെ കുറച്ച് മഴ കുറഞ്ഞാൽ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുകയാണ്. അങ്ങനെ ഇനി ബാക്കി തിരക്ക് പിടിച്ച എന്റെ ജോലികളിലേക്ക് ഞാനിപ്പോൾ പോകും. പിന്നെ രാത്രി ഒരു 7:30 ഞാൻ കൂട്ടി കയറും കേട്ടോ. അങ്ങനെ അപ്പം നമുക്കിനി ബെഡ്റൂമിൽ നിന്ന് കാണാൻ വൈകുന്നേരം. അതുവരെ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഷൂട്ട് ചെയ്യുവാണെങ്കിൽ കുറേ സമയം അങ്ങനെയും കൂടി പോകും. അതൊരു ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് രാത്രി നമ്മുടെ കുട്ടീനെ കാണാം. അങ്ങനെ അപ്പൊ ഇനി ഞാൻ നോൺ സ്റ്റോപ്പ് ജോലിയായിരിക്കും ഇനി 7:30 വരെ. അപ്പൊ എല്ലാം ചെയ്തു വെക്കട്ടെ. അങ്ങനെ പിന്നെ പറ്റിയ ഞാൻ എൻ്റെ ഓർണമെന്റ്സ് ബോക്സ് ഒക്കെ തുറന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അത് കാറ്റലോഗിലേക്ക് ഒന്ന് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ. അപ്പം ഇനി നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു രാവിലെ മുതലുള്ള ഒരു പ്രവൃത്തികൾ. 4 മണിക്ക് എണീറ്റാലും ഇതുപോലെ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് ജോലികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഒത്തിരി സമയം പോകും. പ്ലസ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ശ്രദ്ധ കിട്ടത്തില്ല, ടെൻഷനായിരിക്കും. നമുക്ക് കുറേ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള. അപ്പോൾ എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കോൾ എടുക്കത്തില്ല. മെസ്സേജ് ആകുമ്പോൾ ഓക്കെ, വോയിസ് മെസ്സേജ് വിട്ടാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്, നമ്മൾ ഓർഡർ എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അധികം. ഇപ്പോൾ കുറേ ഓർഡർ വാട്സപ്പിലേക്കാണ് വരുന്നത്. വെബ്സൈറ്റിലേക്ക് അധികം പേര് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ വാട്സപ്പിൽ അത് ഓക്കെ, ഞാൻ സമയം പോലെ എന്തായാലും എല്ലാം റിപ്ലൈ തരും. എന്നാലും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള കുറേ പേരുടെ പരാതിയും. എനിക്ക് ഒട്ടും സമയമില്ല സത്യം. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇനി എന്തോരം ജോലികളാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളത്. നമുക്ക് ഹെൽപ്പിലൊന്നും ഇവിടെ ആരെയും കിട്ടത്തില്ല ഒരു തരത്തിലും. പിന്നെ ഇവിടെയുള്ളവർ ആരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. ആവശ്യം വെച്ചാൽ ഇങ്ങനത്തെ ഒഫീഷ്യൽ ഹെൽപ്പുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അതങ്ങനെ പോകും. പിന്നെ അതുമല്ല, നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്താലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അങ്ങനെയാണ്. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ ഹെൽപ്പൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് ഇങ്ങനെ പുള്ളിൻ്റെ ആരും നോക്കി നടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ്. പിന്നെ എന്നെ കുറ്റം പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് പിന്നെ സാറ്റിസ്ഫാക്ഷനും. അപ്പൊ അതില് എന്താ പറയാ, അങ്ങോട്ടും മിസ്റ്റേക്ക് വരത്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് ഇങ്ങനത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നത്. അതിലൊന്നും നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യാറില്ല ഒരിക്കൽ പോലും. അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഓക്കെ, എനിക്ക് ശീലമാണ് ഇങ്ങനെ ചെയ്ത്. എന്നാലും എനിക്ക് ടൈം വേണം. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻ കോളും അങ്ങനെ എനിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ കുറെ സമയം പോകും, സ്ട്രെസ്സും കയറും. അങ്ങനെ അപ്പൊ എനിക്ക് നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്കും അത് പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലോ തിരക്കിട്ട് അവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ തോന്നും. അതിലും ഭേദം മെസ്സേജ് വിടുക, വോയിസ് മെസ്സേജ് വിടുക. അപ്പൊ ഞാനത് സമാധാനത്തോടെ സൗകര്യത്തോടെ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ 2 മണിക്ക് 1 മണിക്കൊക്കെ ഇരുന്ന് മെസ്സേജ് വിടും. അപ്പൊ കുറെ പേര് നിങ്ങൾക്ക് ഉറക്കമില്ലേന്ന്. അങ്ങനെയല്ല, ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ എണീക്കുമ്പോൾ കുറെ മെസ്സേജ് കിടപ്പുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് മുദ്രയ്ക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ കുറെ മെസ്സേജിന് അങ്ങനെ റിപ്ലൈ കൊടുക്കും, പിന്നെ ഉറങ്ങണവരെ. അങ്ങനെയൊക്കെയാണ്. അതുപോലെയൊക്കെയാണ് ഞാനത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്.
എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. പണ്ടത്തെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്. ജോലി ചെയ്യുന്നത് ഒരു തരത്തിൽ സന്തോഷമാണ് അല്ലേ. നമുക്ക് മുന്നോട്ട് പോകാൻ അത് എന്തായാലും ജോലി വേണം, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജോലി വേണം അല്ലേ. അപ്പോൾ ഇത് ബിസിനസ് ആകുമ്പോൾ അത് അതിൻ്റെതായ ടെൻഷനും റിസ്ക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ മാനേജ് ചെയ്ത് അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരാതിയല്ല, ഇതിൻ്റെ അവസ്ഥകൾ ഞാൻ പറയുന്നതാണ്, പരാതിയൊന്നുമില്ല. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് കോൾ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ വോയിസ് മെസ്സേജ് വിട്ടോളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ശരി, ഇനി നമുക്ക് പറ്റിയ വൈകുന്നേരം നമ്മുടെ കൂട്ടി കയറുമ്പോൾ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എന്തായാലും എനിക്കൊരു ലൈക്ക് വേണം, കമന്റ് വേണം, ഷെയർ ചെയ്യണം കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, വാട്സപ്പിലേക്ക് വരൂ. നമ്മുടെ നമ്പർ ഇതാണ്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് എന്തായാലും മേടിച്ചോളൂ. ഇപ്പൊ അടിപൊളി ക്രീപ്പർ പ്ലാന്റുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. വേഗം മേടിച്ച് കുറച്ച് പ്ലാന്റ്സ് നട്ടോളൂ. അടുത്ത വേനൊക്കെ സന്തോഷത്തോടെ ഇരിക്കാം, പച്ചപ്പും പൂക്കളും ഒക്കെ കണ്ടിട്ട്. അതങ്ങനെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ, കോഫി ക്യൂബ്സ് ഒക്കെ വേഗം മേടിച്ചോളൂ. പെട്ടെന്ന് തീരും. മഴക്കാലത്ത് പിന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. വസ്തു മഞ്ഞൾ ആവശ്യമുള്ളവരൊക്കെ വേഗം മേടിച്ചോളൂ കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റുകൾ പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ ഈ മഴക്കാലത്ത് പിന്നെ രണ്ടാമതൊരു പ്രിപ്പറേഷൻ ചിലപ്പം അതിന്റെ ഇടയ്ക്ക് പെൻഡിങ് ആയി പോകും, കിട്ടാതെ ആയി പോകും, ഇൻഗ്രീഡിയൻസ് കിട്ടാതെ ആയി പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണ്ടവരൊക്കെ വേഗം മേടിച്ച് വെച്ചോളൂ കേട്ടോ. എന്നാ ഓക്കെ, ശരി, ടാറ്റാ. ഇനി പറ്റിയ നമുക്ക് വൈകുന്നേരം കാണാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ടാറ്റാ.